മഹാരാഷ്ട്രയിലും ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കാനുള്ള നിർണായക നീക്കവുമായി സംസ്ഥാന സർക്കാർ. മഹാരാഷ്ട്രയിൽ ഏകീകൃത സിവിൽ കോഡ് നിയമം കൊണ്ടുവരുന്നതിനായുള്ള കരട് രൂപം തയ്യാറാക്കാൻ 7-അംഗ വിദഗ്ധ സമിതിയെ നിയോഗിച്ചു. സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് രഞ്ജന ദേശായി അധ്യക്ഷയായ സമിതിയാണ് ഇപ്പോൾ രൂപീകരിച്ചിട്ടുള്ളത്. വരാനിരിക്കുന്ന ഡിസംബറിലെ ശീതകാല നിയമസഭാ സമ്മേളനത്തിൽ ബിൽ അവതരിപ്പിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. രാജ്യത്ത് ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കുമെന്ന ബി.ജെ.പിയുടെ പ്രഖ്യാപനങ്ങളിലേക്ക് മഹാരാഷ്ട്രയും ഒരുപടി കൂടി അടുക്കുകയാണ്. കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് നൽകിയ ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഉന്നതതല സമിതി രൂപീകരിച്ചിരിക്കുന്നത്. ഉത്തരാഖണ്ഡിൽ വിജയകരമായി ഏകീകൃത സിവിൽ കോഡ് കരട് തയ്യാറാക്കിയ സുപ്രീം കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് രഞ്ജന ദേശായി തന്നെയാണ് മഹാരാഷ്ട്രയിലെയും സമിതിക്ക് നേതൃത്വം നൽകുന്നത്. മുംബൈ ഹൈക്കോടതി മുൻ ജഡ്ജിമാരായ ആർ.സി. ചവാൻ, എസ്.ജി. മെഹാരെ, മുൻ ചീഫ് സെക്രട്ടറി ഡി.കെ. ജെയിൻ, മുൻ അഡ്വക്കേറ്റ് ജനറൽ ബീരേന്ദ്ര സരാഫ്, ഭരണഘടനാ വിദഗ്ധൻ രമേശ് പത്താങ്കെ, വിദ്യാഭ്യാസ വിദഗ്ധ ഡോക്ടർ സുവർണ റാവൽ എന്നിവരടങ്ങുന്നതാണ് 7-അംഗ സമിതി. വിവാഹം, വിവാഹമോചനം, സ്വത്തവകാശം, ദത്തെടുക്കൽ തുടങ്ങിയ വ്യക്തി നിയമങ്ങളെ ഏകോപിപ്പിച്ച് പൊതു നിയമസംഹിതയാണ് സമിതി വിഭാവനം ചെയ്യുന്നത്. 6 മാസത്തെ സമയപരിധിയാണ് സമിതിക്ക് അനുവദിച്ചിരിക്കുന്നത്. ഈ കാലയളവിൽ സംസ്ഥാനത്തെ വിവിധ സാമൂഹിക, സാംസ്കാരിക, മതവിഭാഗങ്ങളുമായി സമിതി വിപുലമായ ചർച്ചകൾ നടത്തും. ജനങ്ങളുടെയും നിയമവിദഗ്ധരുടെയും അഭിപ്രായങ്ങൾ കൂടി പരിഗണിച്ച ശേഷമായിരിക്കും അന്തിമ കരട് റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കുക. ജനം, ഡൽഹി.